വിനായക ചതുർത്ഥിയും അതിന്റെ ഭാഗമായ വിഗ്രഹ നിമജ്ജന യാത്രകൾക്കുമുള്ള ഗണേശ വിഗ്രഹങ്ങളുടെ നിർമ്മാണം അതിശീഘ്രം പുരോഗമിക്കുകയാണ് പാലക്കാട് നഗരത്തിൽ. ഒരുക്കങ്ങളിപ്പോൾ പൂർത്തീകരിച്ചു. നഗരത്തിന് മാത്രം 220ഓളം വിഗ്രഹങ്ങൾ നിന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല കടന്നു പോകാറുണ്ട്. 10ഉം 50ഉമല്ല 400-ലേറെ വിഗ്രഹങ്ങളാണ് ഇതിനായി ഒരുങ്ങുന്നത്. ഏറെക്കുറെ വിഗ്രഹങ്ങളുടെയും പണികൾ പൂർത്തീകരിച്ചപ്പോൾ കുറച്ചെണ്ണം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ കാത്തും മറ്റു ചിലവ നിർമ്മാണ ദിശയിലുമാണ് ഇവിടെ. 3.5 അടി മുതൽ 18 അടി വരെ ഉയരമുള്ള ഭീമാകാരമായ പ്രതിമകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ ഗണേശോത്സവ കമ്മിറ്റിയാണ് വിഗ്രഹ നിർമ്മാണം മുതൽ ഘോഷയാത്ര, നിമജ്ജനയാത്ര തുടങ്ങിയവയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തമിഴ്നാട്ടിലുള്ള വിഴിപ്പുറം, ചിന്നക്കാഞ്ചീപുരം, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ കുടിൽ വ്യവസായമായി നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾ പാലക്കാട്ടെത്തിച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നിർമ്മാണ പൂർത്തീകരണ ജോലികൾ ഇവിടെ ചെയ്യുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ പുഴയിലൊഴുക്കുന്നതിന് നിയമതടസ്സമുള്ളതുകൊണ്ട് പേപ്പർ പൾപ്പിലാണ് ഇപ്പോൾ നിർമ്മാണം. വാട്ടർ കളർ ഉപയോഗിച്ചാണ് പെയിന്റിംഗ് നടത്തുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റിൽ ഭാഷാ പൈസ നിൽക്കുള്ളൂ. എന്നാലും നമ്മൾ പേപ്പർ പൾപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പശ കാച്ചി അപ്പോൾ സാർ ഇവിടുന്ന് കണ്ടിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ വള്ളത്തിലേക്ക് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ 220 ഗണപതി 1 മണിക്കൂർ കൊണ്ട് കൽപ്പാത്തി പുഴയിൽ ഒന്നുമില്ലാതാവും. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രത്തിന്റെ മാതൃകയിൽ ശിവലിംഗവും ഉയർത്തി നിൽക്കുന്ന ഗണപതി വിഗ്രഹമാണ് ഇത്തവണത്തെ വേറിട്ട കാഴ്ച. സെപ്റ്റംബർ 5-6 തീയതികളിലാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ. വർണ്ണാഭമായ ഗണേശോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ കാണാനെത്തിയ സമീപവാസിയായ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ആവേശമടക്കാനാവുന്നില്ല. പാലക്കാട് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ശ്രീകുമാർ.